നമ്മൾ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൺസേൺ ഇല്ലാതാവാൻ അല്ലെങ്കിൽ നമ്മൾ അൺഅവെയർനെസ് മൂലം ഉണ്ടാകുന്ന നമ്മൾ ആവശ്യമില്ലാത്ത പേടി മറ്റൊന്ന് ഏറ്റവും നല്ല കാര്യം ഈ ഫുഡിൻ്റെ ലേബൽ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലേബൽ കൊടുക്കുക. ഞാനതിനകത്ത് പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഇതിനു മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ നമ്പേഴ്സിനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ക്ലെയിമാണ് ഫൈബർ. ഹൈ ഫൈബറാണ് നല്ലതാണ്, ഹൈ ഫൈബർ നിങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചു. ഈ ഫൈബർ തന്നെ രണ്ടുതരം ഫൈബേഴ്സ് ഉണ്ട് ആക്ച്വലി. സോല്യുബിൾ ഫൈബേഴ്സും ഉണ്ട്, നോൺ സോല്യുബിൾ ഫൈബേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീറ്റിൻ്റെ ബ്രാൻ ഒരു ഫൈബറാണ്. വീറ്റിൻ്റെ ബ്രാൻ നമ്മുടെ മുകളിലുള്ള ബ്രാൻ ഉണ്ടല്ലോ, എന്താണ് ഉമി, അത് ഫൈബറാണ്, പക്ഷെ അത് നോൺ സോല്യുബിളാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഗുണം കിട്ടില്ല. പക്ഷേ സോല്യുബിളായിട്ടുള്ള ഫൈബർ, ഇപ്പോൾ ആപ്പിളിൻ്റെ ഫൈബർ, അത് സോല്യുബിളാണ്, അത് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവാണ്. അപ്പോൾ എന്നാലും ഈ ഫൈബർ ആയാലും മറ്റ് പല പോസിറ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും പോലെ നമ്മളൊരു ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്ത് കഴിക്കണം. അത് നമ്മൾ പക്ഷേ മറ്റ് ഫൈബർ ഉള്ളതുപോലെ തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്ന ഒരു സമീകൃത ആഹാരം നമ്മൾ കഴിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും നല്ലത്.